ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്ന ജോർജ് ഓവലിൻ്റെ ആനിമൽ ഫാം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കറക്ഷൻ ചെയ്യാനുണ്ട്. അത് വേറൊന്നുമില്ല, ജോർജ് ഓവൽ ആനിമൽ ഫാം മാത്രമല്ല, പിന്നെ 1984 അതും അല്ല, വേറെ കൂടുതൽ ബുക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ജോർജ് ഓവലിൻ്റെ ആനിമൽ ഫാമാണ് എടുക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് മെയിനായിട്ടെന്ന് പറയുന്നിടത്ത് ആദ്യമേ ഒരു ആനിമൽ ഫാം ആണ് കാണിക്കുന്നത്, ആ ഒരു സെറ്റപ്പാണ് കാണിക്കുന്നത്. അതിനകത്ത് മറ്റേ മെയിനായിട്ട് കുതിര, പിന്നെ പന്നികൾ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് കഴുതകൾ. അപ്പം അവർ എല്ലാവരും കൂടി പ്ലോട്ട് ചെയ്യും, അതായത് വേറെ ഒന്നുമില്ല, മനുഷ്യൻ്റെ ഭരണത്തിൽ നിന്ന് പുറത്തു വരണം. അതായത് കൂടുതലും അത് ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് പന്നികളാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മറ്റേ സ്ലോഗൻ എന്ന് പറയാൻ നേരത്ത് എല്ലാ മൃഗങ്ങളും തുല്യരാണ്, അതാണ് സ്ലോഗൻ. അങ്ങനെയാണ് അവർ മറ്റേ മനുഷ്യരുടെ ഭരണം അങ്ങനെ അത് പുറത്താക്കുന്നത്, അട്ടിമറിച്ച് അത് പുറത്താക്കുന്നത്. അടുത്തതെന്ന് പറയാൻ നേരത്ത് കാണിക്കുന്നതെന്ന് പറയാൻ നേരത്ത് പിഗ്സാണ് ഭരിക്കുന്നത്. പിഗ്സ് ഭരിക്കാൻ നേരത്ത് ഇതിനകത്ത് മെയിനായിട്ട് 2 പേരാണ്, പന്നികൾ 2 പേരാണ്. അതിനകത്ത് ഒരാൾ ശക്തി കേന്ദ്രീകരിക്കാൻ വേണ്ടി മറ്റു പിഗിനെ, മറ്റേ പന്നിയെ അവരെ ഒതുക്കുകയാണ്, സ്ലോലി ക്രമേണ ഒതുക്കുകയാണ് നമ്മൾ ആ കഥയിൽ കാണുന്നത്. പിന്നെ എന്ന് പറയാൻ നേരത്ത് പതുക്കെ വരാൻ നേരത്ത്, അതായത് എല്ലാവരും തുല്യരാണെന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ട് അവസാനം കാണുന്നതെന്ന് പറയാൻ നേരത്ത്, കഥ മുന്നോട്ട് പോകാൻ നേരത്ത് കാണുന്നതെന്ന് പറയാൻ നേരത്ത് കൂടുതലും ശക്തി കേന്ദ്രീകരിക്കുക മാത്രമല്ല, അതായത് മനുഷ്യനെ പുറത്താക്കിയത് ആ സെയിം സ്ഥിതി തന്നെയാണ് പിന്നെ പന്നികൾ വന്നപ്പം അവരുടെ ജീവിതശൈലിയിൽ നിന്നും അവരത് കാണിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അത് അവർ തുറന്നു കാട്ടാൻ തുടങ്ങി. അടുത്തതെന്ന് പറയുന്ന നേരത്ത് അപ്പോൾ ഇന്നത്തെ സ്വഭാവങ്ങളുണ്ട്, അതായത് അത് നമുക്ക് ഈ മറ്റേ കുതിരയുടെ സ്വഭാവം എന്ന് പറയുന്ന നേരത്ത് അന്ധമായിട്ട് കുതിര സപ്പോർട്ട് ചെയ്യുക, അത് നമുക്ക് ലോകത്ത് ഇപ്പോഴും കാണാം. ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നോക്കാൻ നേരത്ത് പല സ്ഥലത്തും പല രാജ്യങ്ങളിലും ഇങ്ങനെ അന്ധമായിട്ട് ഭരണാധികാരികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അത് കുതിരയായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ എന്ന് പറയുന്ന നേരത്ത് കാണിക്കുന്നതെന്ന് പറയുന്ന നേരത്ത് കഴുതയാണ്. ഈ കഴുത എന്ന് പറയുന്ന നേരത്ത് കൂടുതൽ നമ്മൾ തോന്നിക്കുന്നതെന്ന് പറയുന്ന നേരത്ത് കഴുത ഒരു എന്താ പറയുക, ബുദ്ധിയില്ലാത്തതായിട്ടാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴുത ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്ന നേരത്ത് കഴുതയ്ക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഇതായിട്ടാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇവരെല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ അവസാനം നമ്മൾ എന്ന് പറയുന്നത് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അതായത് ഒരു മെച്ചവും ഉണ്ടാവുന്നില്ല. ആദ്യത്തെ സെറ്റപ്പും മീൻസ് ഇവർ പന്നികൾ വന്നു കാരണം അവർ ഭരണത്തിൽ വന്നിട്ട് ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ മുന്നത്തെ പോലെ. അപ്പം റൈറ്റർ, അതായത് എഴുത്തുകാരൻ ജോർജ് ഓവൽ ഉദ്ദേശിക്കുന്ന വേറൊന്നുമില്ല, അതായത് നമുക്ക് പവർ കിട്ടിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും അത് അവരെ കെട്ടയാക്കും, ആ മനുഷ്യനെ കെട്ടയാക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അതായത് ഭരിക്കുന്ന സബ്ജക്ട്സ്, അതായത് കീഴെ നിൽക്കുന്നവർ, ഭരണത്തിൽ കീഴെ നിൽക്കുന്നവർ അവരെപ്പോഴും അലേർട്ടായിരിക്കണം, അവരെപ്പോഴും വിമർശനം, അതൊരു കമ്പൽസറിയാണ്, എപ്പോഴും ആക്റ്റീവായിരിക്കണം, വിമർശനം വേണം. എപ്പോഴും മറ്റേ പവർ ദുരുപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി, അത് നിന്നില്ലെങ്കിൽ ഒരു മാറ്റവും വരില്ല, ഒരു ചേഞ്ചും വരില്ല. മീൻസ് എപ്പോഴും മുമ്പത്തെ പോലെ തന്നെയാണ്, ഇവർ ആര് വന്നാലും മുമ്പത്തെ സിറ്റുവേഷൻ അതിനെക്കാട്ടി വഷളാവുകയുള്ളൂ. ഇപ്പം എന്ന് പറയുന്ന നേരത്ത് എനിക്ക് ഈ ജോർജ് ഓവലിൻ്റെ വലിയ ഇഷ്ടമായ ഒരു കാര്യം വേറെ ഒന്നുമില്ല, ലോകത്ത് നമുക്ക് ഈ പുള്ളിയുടെ എല്ലാ സ്ഥലത്തും നമുക്ക് പുള്ളിയെ അതായത് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ വെറുതെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ റഷ്യ എടുക്കുകയാണ്. റഷ്യ ആർക്കും അറിയില്ല ആക്ച്വലി റഷ്യയുടെ എന്താണ് ശരിക്കും സംഭവം എന്താണ്. ശരിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആനിമൽ ഫാമുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് പറയുന്നത് പുടിൻ ഇപ്പോൾ എങ്ങനെ പോയാലും ഒരു 20 വർഷമായിട്ട് പുള്ളി ഭരണത്തിലുണ്ട്. ഒരു 4 വർഷം 2008 തൊട്ട് 2012 വരെ പുള്ളി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പക്ഷെ പുള്ളിയുടെ കയ്യിലായിരുന്നു പവർ എന്ന് പറയുന്നത്. പ്രസിഡൻ്റായിട്ട് വേറെ ഒരു മെഡ്വെഡേവ്, ആ പുള്ളിയാണ് നിർത്തിയത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന നേരത്ത് പുള്ളിയും നമ്മൾ നോക്കാൻ നേരത്ത് ശരിക്കും അനലൈസ് ചെയ്യാൻ നേരത്ത് പുള്ളിയും അതുപോലെ എന്താ പറയുക വിമർശകരെയൊക്കെ പുള്ളിയും തട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്
നടക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പം ഈ പുള്ളി അതായത് എഴുതിയെന്ന് പറയാൻ നേരത്ത് ജോർജ് എഴുതിയെന്ന് പറയാൻ നേരത്ത് ഒരു 75 വർഷം മുമ്പെയാണ് എഴുതിയത്. അപ്പം ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് തന്നെ സംശയം വരും. ഇത് നമ്മൾ ബുക്സ് വായിക്കാൻ നേരത്ത് പുള്ളിയുടെ ബുക്സ് വായിക്കാൻ നേരത്ത് നമുക്ക് മെയിനായിട്ടുള്ള സംശയം വരുന്നതെന്ന് പറയാൻ നേരത്ത് അതായത് അന്നും ഇതുപോലത്തെ വക്രബുദ്ധിയും എല്ലാം തട്ടിപ്പും എല്ലാം അന്നും ഉണ്ടായിരുന്നു. അത് പുള്ളിക്ക് മീൻസ് അത് കാണാൻ ഇടയായി. പലർക്കും കണ്ണുണ്ട്, പക്ഷേ ഉൾക്കണ്ണ് അധികം ആൾക്കാർക്കില്ല, പക്ഷെ വളരെ ചുരുക്കമുള്ളൂ. അത് കാണാൻ പറ്റി, അത് പുള്ളി എഴുതാൻ പറ്റി. അത് ഇപ്പോഴും നമുക്ക് നമ്മുടെ എന്താ പറയുക സമൂഹത്തിൽ മാത്രമല്ല മീൻസ് ലോകത്ത് പല സ്ഥലത്തും നമ്മളത് കാണാറുണ്ട്, മിക്ക സ്ഥലത്തും കാണാറുണ്ട്. ഇനി അടുത്ത വീഡിയോ ഞാൻ 1984 പറ്റിയാണ്. അത് മീൻസ് അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതാണ്. താങ്ക് യു.